ആരാ ജയിച്ചത്? കോൺഗ്രസ് അല്ല, ജമാഅത്തെ ഇസ്ലാമി ജയിച്ചു. അത് അവരെങ്ങനെ ജയിച്ചു? CPM തോറ്റു. CPMന്റെ വോട്ട് സ്പ്ലിറ്റായി. എന്നിട്ട് ഈ റിസൾട്ട് എടുത്തിട്ടാണ് UDFും കോൺഗ്രസ് പറഞ്ഞത് 2026 ഇലക്ഷനിൽ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. BJP NDA നിലമ്പൂരിൽ മുമ്പോട്ട് വെച്ചത് വികസനം, അവിടുത്തെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ എന്ത് ചെയ്യാൻ പോകുന്നു അഡ്വക്കേറ്റ് മോഹൻ ജോർജ് മുമ്പോട്ട് വെച്ചു. ക്യാൻസർ ഹോസ്പിറ്റലിനെ കുറിച്ച് സംസാരിച്ചു. ദേശീയപാത നാഷണൽ ഹൈവേനെ കുറിച്ച് സംസാരിച്ചു. വികസനം, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി വികസനം, വേറെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. അപ്പോൾ LDF UDF എന്താ ചെയ്തത്? ഇതിൽ നമുക്ക് പഠിക്കാൻ ഒരു കാര്യമുണ്ട്. അവര് ചെയ്ത ഒരു പൊളിറ്റിക്കൽ പവർ പോളിറ്റിക്സിന്റെ പ്ലേ കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം ടൈപ്പ് ചെയ്തിട്ട് അവരുടെ ഒരു അലയൻസിൽ മത്സരിക്കാൻ ലെഫ്റ്റ് PDPയിലൊക്കെ. എന്നിട്ട് ജയം UDFിന്റെ കാൻഡിഡേറ്റ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. പക്ഷെ അത് ആര്യാടൻ ഷൗക്കത്താണോ ജയിച്ചത്? ഈ റിസൾട്ടിന്റെ ഒരു അനാലിസിസ് നോക്കിയാൽ ഒരു ആരെങ്കിലും ഒരു ഡിസ്കഷൻ BJPക്കാരാവേണ്ട ആവശ്യമില്ല, ഒരു മീഡിയക്കാരനാണോ ഒരു ആനലിസ്റ്റ് ആണെങ്കിൽ ഈ എലക്ഷന്റെ റിസൾട്ട് നോക്കിയാൽ എന്താണ് നമ്മുടെ അതിൻ്റെ ഒരു അസസ്മെന്റ്? ഇവിടെ LDFിന്റെ വോട്ട് സ്പ്ലിറ്റായി, BJP NDAന്റെ വോട്ട് കുറച്ച് ഇൻക്രീസ് ആയി, വർദ്ധിച്ചു. കോൺഗ്രസ് UDFിന്റെ വോട്ട് കമ്മിയായി. ആരാ ജയിച്ചത്? കോൺഗ്രസ് അല്ല, ജമാഅത്തെ ഇസ്ലാമി ജയിച്ചു. അത് അവരെങ്ങനെ ജയിച്ചു? CPM തോറ്റു. CPMന്റെ വോട്ട് സ്പ്ലിറ്റായി. എന്നിട്ട് ഈ റിസൾട്ട് എടുത്തിട്ടാണ് UDFും കോൺഗ്രസ് പറഞ്ഞത് 2026 ഇലക്ഷനിൽ ഞങ്ങൾ ജയിക്കാൻ പോകുന്നു. അതെങ്ങനെ? ഇന്ന് UDFിന് ജയിക്കണമെങ്കിൽ 26-27 സീറ്റ് ഇനി അവർക്ക് പിടിക്കണം. അത് സത്യമല്ലേ? ആ 26 സീറ്റ് ഏത് സീറ്റാണെന്ന് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആര്യാടൻ ഷൗക്കത്തും കോൺഗ്രസ് പ്രസിഡന്റൊന്നും പറഞ്ഞാൽ കൊള്ളാം. ഇല്ല, അങ്ങനെ 25 സീറ്റ് കിട്ടില്ല. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിന്റെ ഈ രാഷ്ട്രീയം നിലമ്പൂരിൽ നടക്കും, പക്ഷെ മറ്റേ സ്ഥലത്ത് ഒന്നും നടക്കില്ല. അപ്പോ ഇവിടെ UDF ജയിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്ന UDFും കോൺഗ്രസും അവരോട് BJP NDA പറയുന്നത് ഇതാണ്: ഇത് നിലമ്പൂരാണ്, അവിടെ നിങ്ങളെ പീഡന രാഷ്ട്രീയം നടന്നു, ജമാഅത്തെ ഇസ്ലാമി ജയിച്ചു, അത് സത്യമാണ്. പക്ഷെ ഇതുകൊണ്ട് 26 UDF ജയിക്കുന്നു പറഞ്ഞ് നടക്കുന്നത് ഒരു നുണയാണ്, അത് നടക്കില്ല. അപ്പോൾ ഈ ഒരു ഫിക്ഷൻ, ഈ ഒരു നറേറ്റീവ് UDF ചെയ്യുമ്പോൾ, ഞങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ അത് UDF അല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ് ജയിച്ചത്. LDFിന്റെ വോട്ട് വിഭജിച്ച് കോൺഗ്രസിന് വോട്ട് കമ്മിയായി കിട്ടി. അതും ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് പിടിച്ചിട്ടും അവരുടെ വോട്ട് കമ്മിയായി. ഇതാണ് അസസ്മെന്റ്. അതൊന്നും. രണ്ടാമത്തത്, ഞാൻ ഇന്ന് പറഞ്ഞു, നമ്മുടെ ഇത് ഇന്റർണൽ മീറ്റിംഗാണ്, കുറച്ച് മീഡിയ ഉണ്ട്. ഇനി അവർ ചെയ്യാൻ പോകുന്നത് 8 മാസം അവരുടെ രാഷ്ട്രീയം ഇങ്ങനെ തന്നെ അവർ ചെയ്യും. വികസനത്തെക്കുറിച്ച് ഒന്നും പറയില്ല. ഇതുവരെ LDF കുറച്ചൊരു അവരൊരു എഫേർട്ട് നടന്നു. അവരുടെ മരുമകൻ ഞങ്ങളാണ് ഹൈവേ ചെയ്തത്, ഞങ്ങളാണ് പദ്ധതികളിലെല്ലാം നരേന്ദ്രമോദിജിൻ്റെ പദ്ധതികളെല്ലാം അവരുടെ മിനിസ്റ്ററിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് പറഞ്ഞ് നടക്കുന്ന LDF. അവർക്ക് മനസ്സിലായി അത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അവർ തുടങ്ങി തിരുവനന്തപുരത്ത്
ഓരോരോ കാരണം അവർ ഇങ്ങനെ ഈ പ്രീണ രാഷ്ട്രീയത്തിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഭാരത് മാതേനെതിരെ പറയാ, RSSന്റെ എതിരെ പറയാ, ആ ഒരു ട്രാപ്പിൽ BJP NDA പെടാൻ പോകുന്നില്ല.